ഈ ജോലിയാണ് എല്ലാവരുടെയും പ്രശ്നം. ഞാൻ പറയും ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുന്നത് പോലും ഒരു നല്ലൊരു ജോലിയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ, ഞാനിപ്പോ ഒരു റൈറ്റർ ആയിരുന്നില്ലെങ്കിൽ, എനിക്ക് വേറൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഓപ്പൺ ടു ഡു എനിത്തിങ് എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ വരുന്ന എന്ത് കഷ്ടപ്പാടാണെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവും. അത് ഈസിയാന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ജേർണി ഇസ് വെരി ലോൺലി. ഭയങ്കര ലോൺലി ആണ്. ഒരുപാട് ബാക്ക് സ്റ്റാബിങ് ഉണ്ടാവും. അതെ, ചാലഞ്ചിങ് ആണ്, ഡൗട്ട് ആണ്, സെൽഫ് ഡൗട്ട് തോന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പൊ അത് ഹാർഡാണ്. ഇപ്പൊ ഞാൻ മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ഒരുപാട് സിറ്റീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരോടും താമസിച്ചിട്ടുണ്ട്. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, എല്ലാം പോസിറ്റീവ് ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ വന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ എന്റെ കംഫർട്ട്സ് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത എന്ന് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾ ആ ഒരു ബ്രേക്ക് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ആ ഒരു കംഫർട്ട് സോണിൽ മാറി നിന്ന് താമസിക്കണം. ഇപ്പൊ അതിഥി താമസിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചുറ്റും നടന്നത്. ആ ഒരു സെൽഫ് ലവ് ജേർണിയിലോട്ട് അവള് എത്തിയത്. അപ്പൊ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും ഷുവർ. പക്ഷെ ആ ബ്രേക്കിംഗ് പോയിന്റ് നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ ദാറ്റ് ജേർണി വുഡ് ബി സോ നൈസ്.